ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. 2 ദിവസമായിട്ട് മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഗ്ലോബലിയും യു എസ് മാർക്കറ്റ് സ്റ്റേബിളായി നിൽക്കുന്നുണ്ട് ഇൻഫ്ലേഷൻ ഡേറ്റയ്ക്ക് ശേഷം. യു എസ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത മാസം ഒരു റേറ്റ് കട്ടൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെയും ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ പുറത്ത് യു എസ് മാർക്കറ്റ് റാലി രേഖപ്പെടുത്തി. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടത് ബിറ്റ് കോയിനിലാണ്. ഗ്ലോബൽ ചാർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിനു മുമ്പ് ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി എഫ് സെല്ലിംഗ് മോഡലായിരുന്നു ഇന്നലെയും ഉണ്ടായിരുന്നത്. എഫ് 5600 കോടി രൂപയ്ക്ക് മുകളിൽ സെല്ല് നടത്തി. എന്നാൽ ഡി ഐ എസ് അതിൽ മുകളിൽ ബൈ നടത്തി. നെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഫ്ലോ പ്ലസ് 1900 ആണ്. അതുകൊണ്ട് മാർക്കറ്റ് നെഗറ്റീവായ രീതിയിൽ ഇന്നലെ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, മാർക്കറ്റിൽ വോളറ്റിലിറ്റി കഴിഞ്ഞ 2 ദിവസമായിട്ട് കുറവായിരുന്നു. സിക്സ് ആക്ക് മാർക്കറ്റ് പോയിട്ടില്ല, ഒരേ ഡയറക്ഷനിൽ തന്നെ മാർക്കറ്റ് പോയി. പക്ഷേ ഡേ ലോ 2 തവണ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് പ്ലസ് ആയിരുന്നു, ഡോ പ്ലസ് ആയിരുന്നു, അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചറും ജപ്പാൻ മാർക്കറ്റും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ് കോയിൻ $4000 ഉയർന്ന് 1,23,000 ആയിട്ടുണ്ട്. കൂടാതെ തന്നെ ഗോൾഡും $13 ഉയർന്നിട്ടുണ്ട്. എൻ്റെ ടോപ്പിൽ നിന്ന് മൂന്നാമതാണ് ഗോൾഡ്. ഗ്ലോബലിൽ നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിനിലും ഗോൾഡിലും സ്പൈക്ക് കാണുന്നുണ്ട്. യു എസ് മാർക്കറ്റ് പോസിറ്റീവായിരുന്നു, യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ മാർക്കറ്റ് മാത്രം 400 പോയിൻറ്റ് ഇടിവ് രേഖപ്പെടുന്നുണ്ട്. അതിന് കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ജപ്പാൻ മാർക്കറ്റ് അതീവ ബുള്ളിഷായിരുന്നു. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഉള്ളത്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അതിനു മുമ്പ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഇന്ത്യയുടെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കർ ഹെൽപ്പ് ചെയ്യും. അക്കൗണ്ട് ഓപ്പണിംഗ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം അക്കൗണ്ട്. ഫസ്റ്റ് കമൻറ്റ് നോക്കുക. സ്റ്റോക്കിൽ ആദ്യം മുത്തൂറ്റാണ്. മുത്തൂറ്റ് നെറ്റ് പ്രോഫിറ്റ് 89% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 2046 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആൽക്കഹോളിക് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 13% ഇയർ ഓൺ ഇയർ ഇടിഞ്ഞ് 258 കോടി രൂപ. BPCL ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുമ്പോഴും 22%. കൂടാതെ തന്നെ ഇയർ ഓൺ ഇയർ നോക്കുമ്പോഴാണെങ്കിൽ ഓൾമോസ്റ്റ് ഡബിൾ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. സൈഡസ് ലൈഫ് അഹമ്മദാബാദിലുള്ളവരുടെ പ്ലാന്റിൽ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി അപ്രൂവൽ കൊടുത്തു. IRCTC നെറ്റ് പ്രോഫിറ്റ് 7.4% റാലി രേഖപ്പെടുത്തി, സ്പൈക്ക് രേഖപ്പെടുത്തി. ബ്രിഗേഡ് കമ്പനി റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 79% ഉയർന്ന് 150 കോടി രൂപ കരസ്ഥമാക്കി. കൂടാതെ തന്നെ റവന്യൂ 18% ഒരു സ്പൈക്ക് ഉണ്ട്. എൻഡറൻസ് ടെക്നോളജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 11% ഉയർന്ന് 226 കോടി രൂപ. റവന്യൂ 17% സ്പൈക്ക് ചെയ്തു. കോസ്മോ ഫസ്റ്റ് കമ്പനി 31 നിന്ന് 42 നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. HG ഇൻഫ്ര കമ്പനി 163 നിന്ന് 98 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. മിഷധാതു 5 കോടി രൂപയിൽ നിന്ന് 13 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. സംഹി ഹോട്ടൽ 4 കോടി രൂപയിൽ നിന്ന് 17 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. എവറസ്റ്റ് കാണ്ടോ കമ്പനി 28 നിന്ന് 51 പ്രോഫിറ്റ് ഉയർന്നു. ദീപക് നൈട്രേറ്റ് സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയാണ്. 200 കോടി രൂപയിൽ നിന്ന് 112 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ആദിത്യ ബിർള ഫാഷൻ ലോസാണ് ഈ തവണ ഉള്ളത്, 212 കോടി രൂപ ലോസ്. പക്ഷേ കഴിഞ്ഞ തവണ 160 കോടി രൂപ ലോസാണ് ഉണ്ടായിരുന്നത്. ലോസ് കമ്പനി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അനുപം രസായൻ കമ്പനി 3 കോടി രൂപയിൽ നിന്ന് 34 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. സീമക് കമ്പനി 49 നിന്ന് 75 പ്രോഫിറ്റ് ഉയർന്നു. നുവാമ വെൽത്ത് കമ്പനി 220 നിന്ന് 260 പ്രോഫിറ്റ് ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.